തോമസ് ചെറിയാൻ മരിക്കുമ്പോൾ 22 വയസ്സായിരുന്നു പ്രായം. ഇപ്പോൾ തോമസ് ചെറിയാൻ്റെ സഹപാഠി നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെത്താൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞത്. ആ വിവരം അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ഞാനും ഈ സഹോദരനും കൂടെ ഒന്നിച്ച് മിഡിൽ സ്കൂൾ വരെ പഠിക്കുകയും അതിനുശേഷം അദ്ദേഹം കാതോലിക്കറ്റ് കോളേജിൽ സ്കൂളിലേക്ക് കടന്നുപോയി കാതോലിക്കറ്റിൽ ഡിഗ്രി എടുക്കുകയും ചെയ്തതിന് ശേഷം ആർമിയിലേക്ക് പോയി. ഞാനും EMEയിലെ ഒരു റിക്രൂട്ടായിരുന്നു അന്ന്. CFN ക്രാഫ്റ്റ്മാൻ എന്നാണ് ഞങ്ങളുടെ റാങ്ക്. അപ്പം അദ്ദേഹത്തെ റേഡർ മെക്കാനിക്കാണ് അദ്ദേഹത്തിൻ്റെ ട്രേഡ്. അദ്ദേഹത്തെ ആദ്യ പോസ്റ്റിങ്ങിന് വേണ്ടി വിട്ടപ്പോൾ ഞാനന്ന് ആർമിയിലുണ്ട്. ഇതുപോലെ പ്ലെയിൻ കാണാതെ പോയി എന്ന് പറഞ്ഞു. ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ വിശദീകരണമെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം, അദ്ദേഹം ശാന്തനും ഈ കുടുംബത്തിലെ രണ്ടാമനും ആയിരുന്നു. ഞങ്ങൾ അയൽവാസികളും സ്നേഹിതരുമായിരുന്നു. ഒരു കാരണവശാലും ഒരമാതൃക അദ്ദേഹത്തിൽ നിന്ന് കാണുവാൻ ബാല്യത്തിൽ ഇടയായിട്ടില്ല. അദ്ദേഹം ഈ ചെറുപ്രായത്തിൽ കടന്നുപോയതിൽ ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഒന്നിച്ച് പഠിച്ചവർ ഞങ്ങൾ പലരും ഉണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലെ സൗമ്യനും ശാന്തനും അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറവായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു പ്രത്യേകത. അന്ന് ചെറുപ്പത്തിൽ സൈന്യത്തിൽ ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം? അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു? അദ്ദേഹം ആയതിന് ശേഷമാണ് ഞാനും സൈനികനായിരുന്നു. ഞാൻ 18ാമത്തെ വയസ്സിൽ ചേർന്നു. അദ്ദേഹം ഒരു 19-20 2 വർഷക്കാലമാണ് EME സെക്കൻഡറാബാദ് EME കോളേജിലാണ് അദ്ദേഹം ഡിഗ്രി എടുത്തത്, ആർമിയുടെ ഡിഗ്രി എടുത്തത്. ഞാൻ ഹൈദരാബാദ് സെക്കൻഡറാബാദിൽ ബൊലാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ മെക്കാനിക്കിൻ്റെ ഭാഗം. അദ്ദേഹം ട്രേഡർ ആയതുകൊണ്ട് കോളേജിലേക്ക് അദ്ദേഹത്തെ അവരുടെ ട്രേഡ് മാറിപ്പോയി. അതിനപ്പുറമായിട്ട് ഒന്നും പറയാനില്ല. എന്തായാലും മനസ്സിലൊരു ആശ, ഇത്രയും നാളും ചിന്തിച്ചിരുന്നത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. സംഭവിച്ചത് എന്താണെന്ന് അറിയാം, പക്ഷേ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അല്ല. അന്ന് ഞങ്ങൾക്കറിയാം ഈ പ്ലെയിന് അന്നത്തെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭൂമിയുടെ ആകർഷണത്താൽ മഞ്ഞിൻ്റെ അകത്ത് ഒരു പ്ലെയിൻ പോയി. ഇന്നത്തെ പത്രം അത് വിശദമാകുന്നു. എന്നാൽ അതിൻ്റെ ആൾക്കാരെയൊക്കെ കണ്ടുകിട്ടിയത് അന്ന് കാലം, അതിനും വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തോമസിനെ കണ്ടുകിട്ടിയത് നേരത്തെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ കണ്ടെത്തി. അത് ഞങ്ങൾക്കൊക്കെ ഇവർ സഹോദരങ്ങൾ 4 പേരാ, പെങ്ങൾ ഒരാൾ, 5 പേര്. ഞങ്ങൾ അയൽവാസി ആയതുകൊണ്ട് ഞങ്ങൾ ദുഃഖം, ഇപ്പോൾ ഒരു ചെറിയ മനസ്സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപാഠി പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനൊരു വിവരം അറിഞ്ഞതിൽ തങ്ങൾക്ക് സംതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.